നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ഇപ്പോൾ ആരെയും പേടിയില്ല. മദ്യപാനവും ലഹരി ഉപയോഗവുമെല്ലാം പരസ്യമായിട്ടാണ്. ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ പിന്നെ ആക്രമിക്കാനും കൊല്ലാനും പോലും മടിക്കില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് ലഹരി സംഘം വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. താമരശ്ശേരി കരാടിയിലുള്ള ടൂറിസ്റ്റ് ഹോം ജീവനക്കാരന് നേരെയാണ് 5 അംഗ സംഘം വടിവാൾ വീശിയത്. തടയാൻ ശ്രമിച്ച സുഹൃത്തിന്റെ കൈ തല്ലിയൊടിച്ചു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. താമരശ്ശേരി കരാടിയിൽ പ്രവർത്തിക്കുന്ന മൗണ്ടൻ വ്യൂ ടൂറിസ്റ്റ് ഹോം ജീവനക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ടൂറിസ്റ്റ് ഹോമിന്റെ മുറ്റത്ത് വെച്ച് 5 അംഗ സംഘം മദ്യപിക്കുന്നത് CCTVയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരൻ അൻസാർ എത്തി മദ്യപാനം വിലക്കിയപ്പോഴാണ് ആക്രമണം. അക്രമി സംഘത്തിലെ ഒരാൾ സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ച വാളെടുത്ത് അൻസാറിന് നേരെ വീശുകയായിരുന്നു. ഇത് കണ്ട് പിടിച്ചുമാറ്റാനെത്തിയ തച്ചമ്പയിൽ സ്വദേശി മുഹമ്മദ് ലബീബിന്റെ കൈ അക്രമി സംഘം സ്റ്റീൽ പൈപ്പ് കൊണ്ട് തല്ലിയൊടിച്ചു. ടൂറിസ്റ്റ് ഹോമിലെ കമ്പ്യൂട്ടറിന്റെ തകരാർ പരിഹരിക്കാനായി എത്തിയതായിരുന്നു ലബീബ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റ ലബീബ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. ഒരു പിക്കപ്പ് വാനിലും ഇരുചക്ര വാഹനങ്ങളിലുമായാണ് അക്രമി സംഘം എത്തിയത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ആയുധങ്ങൾ കണ്ടെടുത്തു. സിദ്ദിഖ്, ജുനൈദ്, ആഷിഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചതെന്നാണ് അൻസാറും ലബീബും പോലീസിന് കൊടുത്ത മൊഴി. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോഴിക്കോട്.